Hello students, this is trigonometry last video, last topic converse of product formula. This converse of product formula ennulla topic il ninnum ningalku oru question kittanalla chance undu. 4 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ 4 റിസൾട്ട് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രോഡക്റ്റ് ഫോർമുലയിൽ 4 റിസൾട്ട് പഠിച്ചതുപോലെ അതിന്റെ തിരിച്ചുള്ള ഫോർമുലയാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഫോർമുലയിൽ 4 റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ 4 റിസൾട്ട് കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോർമുലയിലും ഉണ്ട്. ആദ്യത്തെ റിസൾട്ട് ഇതാണ്. സൈൻ എ ഇൻറ്റു കോസ് ബി എന്ന് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇത് രണ്ടും സൈൻ ആയിരിക്കും. ഇവിടെ എ പ്ലസ് ബിയും വരും, ഇവിടെ എ മൈനസ് ബിയും വരും, ഇവിടെ പ്ലസും വരും. ഇവിടെ പ്ലസ് വരണമെങ്കിൽ ആദ്യം ഇവിടെ സൈൻ ആയിരിക്കണം. അപ്പോൾ സൈൻ എ ഇൻറ്റു കോസ് ബി ആയിരിക്കും. ഇനി ഇത് 2 സൈൻ എ കോസ് ബി ആണെങ്കിൽ ആൻസറിൽ ഈ 1/2 വരില്ല. 2 സൈൻ എ കോസ് ബി ആണെങ്കിൽ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഈ 1/2 ഇവിടെ നിന്ന് പോകും. പിന്നെ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് വരും. ഇനി ഇവിടെ സൈൻ എ കോസ് ബിയിൽ കോസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ, കോസ് എ സൈൻ ബി എന്നാണ് വരുന്നതെങ്കിൽ ആൻസറിൽ ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് വരും. ഇത് സൈൻ എ പ്ലസ് ബി, ഇത് സൈൻ എ മൈനസ് ബി, ഇവിടെ മൈനസ് വരും. അപ്പോൾ ഇവിടെ സൈൻ ആദ്യം വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, കോസ് ആദ്യം വരുമ്പോൾ ഇവിടെ മൈനസ് വരും. ഇത് സൈൻ എ പ്ലസ് ബി, ഇവിടെ സൈൻ എ പ്ലസ് ബി, ഇത് സൈൻ എ മൈനസ് ബി, ഇത് സൈൻ എ മൈനസ് ബി. ഇവിടെ പ്ലസിൻ്റെയും മൈനസിൻ്റെയും വ്യത്യാസമാണ് വരുന്നത്. അടുത്തത് കോസ് എ കോസ് ബി, രണ്ടും കോസ്. ഇതിപ്പം ക്രോസ് ടേമാണ്, സൈനും കോസും വരുന്ന ടേമാണ്. ഇത് രണ്ടും കോസാണ്. കോസ് എ ഇൻറ്റു കോസ് ബി അങ്ങനെ വരുമ്പോൾ 1/2 ഇത് രണ്ടും കോസ് ആയിരിക്കും. ഇവിടെ രണ്ടിടത്തും സൈൻ വന്ന പോലെ ഇവിടെ രണ്ടിടത്തും കോസ് വരും. ഇവിടെ രണ്ടിടത്തും കോസ്, ഇത് രണ്ടും കോസ് ആകുമ്പോൾ ഇവിടെ രണ്ടും കോസ് ആയിരിക്കും. കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് വരും. ഇവിടെ പ്ലസ് വരും. ഇനി രണ്ടും സൈൻ വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും എ പ്ലസ് ബി ആദ്യം വന്നു, പക്ഷേ രണ്ടും സൈൻ വരുമ്പോൾ എ മൈനസ് ബി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ കോസ് എ മൈനസ് ബി എന്ന് വരും, മൈനസ് കോസ് എ പ്ലസ് ബി. ഈ 4 ഫോർമുലയും നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക, കാണാതെ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. ഇതിനകത്ത് നിന്നുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഈ 4 ഫോർമുലയിൽ ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിവിടെ സൈൻ എ കോസ് ബിയിൽ സൈൻ 3x കോസ് എക്സ് എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? സൈൻ 3x. അപ്പോൾ സൈൻ എ കോസ് ബി ആണ്. 1/2 എന്ന് വരണം. 1/2 സൈൻ ആദ്യം എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ 3x എക്സും കൂടെ ആഡ് ചെയ്യണം. 3x എക്സും കൂടെ ആഡ് ചെയ്താൽ 4x എന്ന് വരും. ഇവിടെ പ്ലസ് ആണ്. അടുത്ത സൈൻ എ മൈനസ് ബി, എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം. എ 3x ആണ്, ബി എക്സ് ആണ്. അപ്പോൾ 3x മൈനസ് എക്സ് എന്ന് പറയുന്നത് 2x. അപ്പോൾ സൈൻ 2x എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എഴുതാനായിട്ടായിരിക്കും പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഈ 4 ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൻസർ ലെങ്തി ആയിരിക്കും. കുറേ സ്റ്റെപ്സ് എഴുതിയാലേ ആൻസർ കിട്ടത്തുള്ളൂ. എന്നാൽ ആ തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടൊരു ട്രിക്കുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. ആ ഷോർട്ട് കട്ട് എന്താണെന്നും കൂടെ ഞാനിവിടെ പറയാം. ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പ്രോബ്ലം 2-3 സ്റ്റെപ്പിൽ ചെയ്യാം. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 7-8 സ്റ്റെപ്പ് എഴുതിയാൽ പോലും അത് ചിലപ്പോൾ തെറ്റാനും ചാൻസ് ഉണ്ട്, മാർക്കും കിട്ടില്ല. എന്നാൽ ആ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, തെറ്റാനുള്ള ചാൻസ് കുറവാണ്. അടുത്ത അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഫോർമുല ഏതാണ്? സൈൻ എക്സ് സൈൻ 60 മൈനസ് എക്സ് സൈൻ 60 പ്ലസ് എക്സ് എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ 1/4 സൈൻ 3x എന്ന് ആയിരിക്കും. സൈൻ എക്സ് സൈൻ 60 മൈനസ് എക്സ് സൈൻ 60 പ്ലസ് എക്സ് എന്ന് വരുമ്പോൾ ആൻസർ 1/4 സൈൻ 3x. അപ്പം നമുക്കിവിടെ നിന്ന് നോക്കാം. ഇതിന് എക്സ് എന്ന് കൊടുക്കാം, ഈ സൈൻ 10-ന്. അപ്പോൾ ഇത് എക്സ്. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഈ 50 എന്ന് പറയുന്നത് 60 മൈനസ് എക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? 60 മൈനസ് 10 എന്ന് പറയുന്നത് 50 ആയിരിക്കും. 70യെ നമുക്ക് 60 പ്ലസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് സൈൻ എക്സ് സൈൻ 60 മൈനസ് എക്സ് സൈൻ 60 പ്ലസ് എക്സ് എന്ന് വരും. ആൻസർ 1/4 സൈൻ 3x ഇസ് ഈക്വൽ ടു 1/4 സൈൻ x 10 ആണ്, അപ്പോൾ 30 എന്ന് വരും. 1/4 സൈൻ 30.
is equal to 1/4 into 1/2 is equal to answer 1/8. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ 2-3 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്. അടുത്ത പ്രോബ്ലം, ഇവാലുവേറ്റ് sin 20, sin 40, sin 60 ആൻഡ് sin 80. ഇവിടെ നമുക്ക് sin 60യുടെ വാല്യൂ നമുക്ക് അറിയാം, അത് √3/2 ആണ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് ആദ്യം എഴുതണം, sin 60 ഈസ് √3/2. അപ്പോൾ √3/2 ഇൻറ്റു ഈ 20ക്ക് വരെ എക്സ് എന്ന് കൊടുക്കുക, അപ്പോൾ sin x. 40 എന്ന് പറയുന്നത് sin 60 മൈനസ് 20. 60 എന്ന് 20 കുറച്ചാൽ 40 എന്ന് കിട്ടും. അപ്പോൾ sin 60 മൈനസ് 20 അല്ല 60 മൈനസ് എക്സ്. അടുത്തത് sin 60 നമ്മൾ √3/2 എന്ന് എഴുതി. sin 80ക്ക് നമുക്ക് sin 60 പ്ലസ് എക്സ് എന്ന് എഴുതാം. sin 60 പ്ലസ് എക്സ് is equal to √3/2 ഇൻറ്റു ഈ sin x, sin 60 മൈനസ് എക്സ്, sin 60 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 1/4 sin 3x ആണ്. ഇത് √3/8 ഇൻറ്റു sin 3x. sin x എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്, എക്സ് 20 ഡിഗ്രി. അപ്പോൾ sin 60 എന്ന് വരും. 3x ആകുമ്പോൾ 3 × 20 60 is equal to √3/8 ഇൻറ്റു sin 60യുടെ വാല്യൂ √3/2. √3 × √3 3 ആണ്, 3/16 എന്ന് വരും. ഇതാണ് ആൻസർ. അടുത്ത പ്രോബ്ലം, ഇവാലുവേറ്റ് sin 10, sin 30, sin 50 ഇൻറ്റു sin 70. ഇവിടെ നമുക്ക് sin 30യുടെ വില അറിയാം, 1/2 ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു, ആദ്യം sin 30യുടെ വില എഴുതണം, 1/2 ഇൻറ്റു sin 10ന് നമുക്ക് sin x എന്ന് കൊടുക്കാം. sin 50ക്ക് sin 60 മൈനസ് എക്സ് എന്ന് എഴുതാം. 60 മൈനസ് 10 50 ആണ്. 60 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 60 മൈനസ് 10 50. ഇത് sin 60 പ്ലസ് എക്സ്. 60 പ്ലസ് എക്സ് ആകുമ്പോൾ 60 പ്ലസ് 10 70 is equal to 1/2 into sin 10 അല്ല sin x, sin 60 മൈനസ് എക്സ്, sin 60 പ്ലസ് എക്സിൻ്റെ ഫോർമുല 1/4 sin 3x. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇത് 1/8 ഇൻറ്റു sin 30 എന്ന് വരും. എക്സ് 10 ആണ്, അപ്പോൾ 30. sin 30 1/2. 1/8 ഇൻറ്റു 1/2 is equal to 1/16. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലമാണ് sin 5x ഇൻറ്റു cos 3x. ഇതിനെ കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോർമുല ഉപയോഗിക്കണം. ഇത് sin a എന്ന് വായിക്കണം, ഇത് cos b എന്ന് വായിക്കണം. അപ്പോൾ sin a cos b ആണ്. sin a cos bയുടെ ഫോർമുല 1/2 sin a plus b plus sin a minus b. sin a cos b യുടെ ഫോർമുല 1/2 sin a plus b plus sin a minus b is equal to 1/2 into sin എയും ബിയും കൂടെ ആഡ് ചെയ്യണം. 5xും 3xും കൂടെ ആഡ് ചെയ്താൽ 8x പ്ലസ് 5x നിന്ന് 3x സബ്ട്രാക്ട് ചെയ്യണം, അതാണ് a മൈനസ് ബി. അപ്പം sin 2x. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഷോർട്ട് കട്ട് ഫോർമുല ഇതാണ്. cos x ഇൻറ്റു cos 60 മൈനസ് എക്സ് ഇൻറ്റു cos 60 പ്ലസ്. നേരത്തെ എല്ലാം sin x, sin 60 മൈനസ് എക്സ്, sin 60 പ്ലസ് എക്സ് ആയിരുന്നു. ഇവിടെ cos x, cos 60 മൈനസ് എക്സ്, cos 60 പ്ലസ് എക്സ് വരുമ്പോൾ ആൻസർ 1/4 ഇൻറ്റു cos 3x എന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പ്രൂവ് ദാറ്റ് cos 20, cos 40, cos 80 ഈസ് ഈക്വൽ ടു 180. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു
ഇതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 20. 20ക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കോസ് എക്സ് കോസ് ഇത് 60 മൈനസ് 20 എന്ന് എഴുതാം. ഇതിന് 60 മൈനസ് 20, അപ്പോൾ 60 മൈനസ് എക്സ്. എക്സ് 20 ആണ്, അപ്പോൾ 60 മൈനസ് 20 40 എന്ന് വരും. അടുത്ത കോസ് 80, 60 പ്ലസ് 20 ആണ് 80, അപ്പോൾ 60 പ്ലസ് എക്സ്. അപ്പോൾ കോസ് 20, ഇത് കോസ് 40, ഇത് കോസ് 80. ആൻസർ 1/4 കോസ് 3x is equal to 1/4 cos 3 into x എന്ന് പറഞ്ഞാൽ 20 ആണ്. 3 into 20 is 60. 1/4 cos 60. 1/4 into cos 60 is 1/2. Answer 1/8. ഇതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് cos 20 cos 40 cos 60 cos 80 is equal to 1/16. cos 20 cos 40 cos 60 cos 80. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ ഇത് cos 20 cos 40 cos 80 ആണ്. ഇത് cos 20 cos 40 cos 60 cos 80 ആണ്. അതായത് cos 60 അധികം വന്നു. cos 60 ഇല്ലെങ്കിൽ ആൻസർ 1/8 ആണ്. അപ്പോൾ cos 60 വരുമ്പോൾ cos 60 1/2 ആണ്. അപ്പോൾ 1/2 into 1/8 ആൻസർ 1/16 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. cos 20 cos 40 cos 80യുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. cos 20 cos 40 cos 80യുടെ ആൻസർ 1/8 ആണ്. അതിൻ്റെ കൂടെ cos 60യും കൂടെ വരും. cos 60 1/2 ആണ്. അപ്പോൾ 1/8 into 1/2 1/16 എന്ന് വരും. അപ്പോൾ ഇത് എഴുതണം. അതിൻ്റെ തൊട്ട് കഴിഞ്ഞിട്ട് ഇത് എഴുതണം. ഇത് എഴുതിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു cos 60 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത പ്രോബ്ലമാണ് cos 10 cos 50 cos 70. cos 10 cos 50 cos 70. cos 10 cos 50 cos 70 എന്ന് പറയുമ്പോൾ cos x ഇത് x ആണ്. അപ്പോൾ x is equal to 10. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to cos x. cos 10 എന്ന് പറഞ്ഞാൽ cos x into cos 50 എന്ന് പറയുമ്പോൾ 60 minus 10. അപ്പോൾ 60 minus x. 60 minus x എന്ന് പറഞ്ഞാൽ 60 minus 10 ആണ്. cos 50 എന്ന് വരും. അടുത്ത cos 70 cos 60 plus 10 അതായത് x 60 plus x. അപ്പോൾ cos x cos 60 minus x cos 60 plus x. ആൻസർ 1/4 cos 3x is equal to 1/4 into cos 3x. 3x എന്ന് അപ്പോൾ 3 into x 30 എന്ന് വരും. cos 30. 1/4 into cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. ഈക്വൽ ടു √3/8. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പം ഈ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ പ്രോബ്ലം ആയിട്ടത് ചോദിക്കാറുണ്ട്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലാതെ സാധാരണ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്സ് എഴുതേണ്ടി വരും. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യത്തുമില്ല, തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ട്രിഗണോമെട്രി എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ ഇത് 2ാമത്തെ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ സിലബസിൽ റിവിഷൻ 2021 2 യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചത് ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ സിലബസിൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതുപോലെ സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആ 2 ടോപ്പിക്കും ഇപ്പം നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ 2 യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 50 മാർക്കിനോളം ഉള്ള പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട് 75 മാർക്കിൽ. അപ്പോൾ ഈ 2 യൂണിറ്റ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിനുള്ള മാർക്ക് കിട്ടും. 60% മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് ഈ 2 യൂണിറ്റും ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതി പഠിക്കുക.